ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 30-ാം സങ്കീർത്തനമാണ്. 30-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഭവന പ്രതിഷ്ഠാ ഗീതം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ്. അതിന് വീണ്ടും ഒരു സബ് ഹെഡിങ് അവിടെ കൊടുത്തേക്കുന്നത് മരണത്തിൽ നിന്നുള്ള വിടുതലിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ ഭവന പ്രതിഷ്ഠാ ഗീതമെന്ന് നാം വായിക്കുമ്പോൾ നാം നാച്ചുറലായിട്ട് നമ്മൾ ചിന്തിക്കും, ഭവനത്തിൻ്റെ പ്രതിഷ്ഠയാണ്, അപ്പോൾ അതെങ്ങനെയാണ് പണിതത്, എപ്പോഴാണ് പണിതത്, എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാനൊത്തു, ഈ വക കാര്യങ്ങളായിരിക്കും ഭവനത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് സംസാരിക്കുന്നതെന്ന്. എന്നാൽ അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. ഈ വേദഭാഗത്തിന് 2 സാമുവേൽ 5-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉമുള്ള വാക്യങ്ങളുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം 7 വർഷത്തോളം ഹെബ്രോൻ തലസ്ഥാനമായിട്ടാണ് ദാവീദ് ഭരിച്ചത്. പിന്നീട് യെബൂസ്യരെ ആക്രമിച്ച് കീഴടക്കി യെബൂസ്യരുടെ സ്ഥലമായിരുന്ന സിയോൻ കോട്ട പിടിച്ചെടുത്ത് അവിടെ ചുറ്റും മതിലൊക്കെ പണിത് പിന്നീടൊരു രാജകൊട്ടാരമൊക്കെ നിർമ്മിച്ച് അവിടെയാണ് അടുത്ത 33 വർഷത്തോളം രാജാവായിട്ട് ദാവീദ് വാണത്. അപ്പോൾ ഈ കോട്ട പിടിച്ചെടുക്കുന്നത് തന്നെ വലിയ ഒരു സംരംഭമായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാലാണ് ദാവീദ് ആ പ്രദേശം കീഴടക്കിയതെന്ന് നമുക്ക് ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അത് തന്നെയുമല്ല, സോർ രാജാവായ ഹീരാം തനിക്ക് ആവശ്യമായ ആശാരിമാരെയും കൽപ്പണിക്കാരെയും കൊട്ടാരം പണിയുന്നതിനാവശ്യമായ തടിയും മറ്റ് സാധനങ്ങളും ഒക്കെ കൊടുത്തയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മരണത്തിൽ നിന്നുള്ള വിടുതലിന് സ്തോത്രം എന്ന് പറയാൻ കാരണം? അപ്പം ദാവീദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു. അതായത് പലപ്പോഴും തനിക്ക് മരണകരമായ ചില അവസ്ഥകൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ദൈവമാണ് തന്നെ വിടുവിച്ച് താൻ ഇന്ന് രാജാവായിട്ട് വാഴാനുള്ള കാരണം തന്നെ ദൈവമാണെന്ന്. അത് ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദ് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ. അപ്പോൾ പിന്നീട് പറയുന്നത്, നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ. പിന്നീട് അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അപ്പോൾ ദാവീദിനോട് ഒരു പക്ഷേ ദൈവം കോപിച്ചിരിക്കാം, അല്ലെങ്കിൽ ദുഃഖം, പ്രയാസം ഇവയൊക്കെ കർത്താവ് ദാവീദിൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ആ കോപമൊക്കെ ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്ന് തോന്നത്തക്കവണ്ണം അത്രയധികം വിജയകരമായ ഒരവസ്ഥയിലേക്കാണ് ദാവീദിനെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ആ തിരിച്ചറിയുന്ന ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ പിന്നീട് ഇവിടെ പറയുന്നത് സന്ധ്യയുണ്ട്, സന്ധ്യ കഴിഞ്ഞിട്ട് രാത്രിയുണ്ട്. രാത്രി എന്ന് പറയുന്നത് നമ്മുടെ വിഷമത്തിൻ്റെ ഘട്ടമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ സന്ധ്യ കഴിഞ്ഞു രാത്രിയായി കരച്ചിലിൻ്റെ അനുഭവമാണ്. എന്നാൽ എന്നും കരച്ചിൽ നിലനിൽക്കുകയില്ല. പിന്നീട് എന്താ വരുന്നത്? ഒരു നല്ല പ്രഭാതം പൊട്ടി പുലരുകയാണ്. അപ്പോൾ ഒരു ദുഃഖത്തിന് ശേഷം ദൈവം എന്താണ് അനുവദിക്കുന്നത്? വലിയ സന്തോഷമാണ് ദൈവം അനുവദിക്കുന്നതെന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിൽ നിന്നും തിരിച്ചറിയുന്നു. അതിൻ്റെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പറയുന്നത്, ഉഷസ്സിൽ ആനന്ദഘോഷം വരുന്നു, നാം കുലുങ്ങി പോകുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. അപ്പോൾ ദാവീദ് തന്നെ പറയുന്നത്, നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ നിൽക്കുമാറാക്കി,
എൻ്റെ കൈയുടെ വേലയെ നീ സ്ഥിരമാക്കി തന്നു. കാരണം അത് നീ എന്നിൽ പ്രസാദിച്ചതുകൊണ്ട്, യഹോവയ്ക്ക് തന്നോട് കൃപ തോന്നിയത് കൊണ്ടാണ് ഇതൊക്കെയും സാധിച്ചതെന്നാണ് ദാവീദ് പറയുന്നത്. പിന്നീട് പറയുന്നു, ധൂളി നിന്നെ സ്തുതിക്കും. അതായത് ഞാൻ മരിച്ചാൽ എന്താണ് പ്രയോജനം? ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ തന്നെ നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവമേ, നീ എനിക്ക് ഈ അവസരം ഒരുക്കി തന്നിരിക്കുന്നുവല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നീട് പറയുന്നത്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷമുടുപ്പിച്ചിരിക്കുന്നു. അതായത് എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറ്റി എൻ്റെ വിലാപത്തെയൊക്കെ എനിക്ക് നൃത്തമാക്കി സന്തോഷമാക്കി തീർത്ത ഒരു ദൈവമാണ് എനിക്കുള്ളത്. അല്ലാതെ എൻ്റെ വിലാപം കണ്ട് എൻ്റെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത്. എൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. എൻ്റെ കണ്ണുനീരിനെ തുടച്ചു കളയുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയാണ് തൻ്റെ കൊട്ടാരത്തിൻ്റെ ആ പ്രതിഷ്ഠാ ദിവസത്തിൽ. ഇതായിരിക്കട്ടെ നമ്മുടെയും ആറ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ മനോഭാവവും ഇത് തന്നെ ആയിരിക്കട്ടെ. അതായത് നമ്മുടെ കഷ്ടങ്ങൾ വന്നപ്പോൾ ആ കഷ്ടങ്ങളെയൊക്കെയും നമ്മുടെ ഇന്നത്തെ വിജയത്തിന് കാരണമാക്കി തീർത്ത ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും മാറ്റി നമ്മെ സന്തോഷപരിപൂർണരാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം. ദൈവനാമത്തിന് മഹത്വം, സ്തോത്രം.